മറ്റൊരു വാർത്ത അന്തരിച്ച CPI നേതാവ് പി രാജുവിന്റെ സംസ്കാരം ഇന്ന് എന്നുള്ളതാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം രാജുവിന്റെ കുടുംബം പാർട്ടിക്കെതിരെ രംഗത്ത് വന്ന പശ്ചാത്തലമുണ്ട്. പാർട്ടി ഓഫീസിൽ പൊതുദർശനത്തിന് വെക്കരുത് എന്ന ആവശ്യമാണ്. കാരണം പാർട്ടി രാജുവിനോട് നീതി കാട്ടിയില്ല എന്നുള്ള പരാതിയാണുള്ളത്. ഇതിനെ പിന്തുണച്ചുകൊണ്ട് മുതിർന്ന CPI നേതാവ് ഇസ്മായിൽ കൂടി രംഗത്ത് വരുന്ന പശ്ചാത്തലം നമ്മൾ കണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ രാജുവിനെ വ്യക്തിഹത്യ നടത്തി എന്നാണ് കെ ഇസ്മായിലിന്റെ ആരോപണം. ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവൊക്കെ മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയ പശ്ചാത്തലം ഉണ്ട്. ഈ രാജുവുമായി ബന്ധപ്പെട്ട് നേരത്തെയും ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. കുടുംബം ഇപ്പോൾ പറയുന്നത് പാർട്ടി രാജുവിന് അർഹമായ പരിഗണന നൽകിയില്ല, അല്ലെങ്കിൽ ഈ വ്യക്തിഹത്യക്കൊക്കെ മുന്നിൽ നിന്നു എന്നുള്ള ആരോപണമാണോ? ആ ഒരു നിലപാടിലാണോ കുടുംബമുള്ളത്? രഞ്ജിത്ത, കുടുംബം ആ ഒരു നിലപാടിൽ തന്നെയാണ്. കാരണം പി രാജുവിനെതിരെ ഒരു ആരോപണം പാർട്ടിക്കകത്തു നിന്ന് തന്നെ സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ ഉയർന്നിരുന്നു. നേരത്തെയായിരുന്നു അത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു 3-അംഗ സമിതി അന്വേഷിക്കുകയും അദ്ദേഹം ഈ ആരോപണങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തിരുന്നു. തുടർന്ന് അദ്ദേഹത്തെ ഈ സ്ഥാനങ്ങളിൽ നിന്ന്, അതായത് പാർട്ടി ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നേരത്തെ അദ്ദേഹം ഒഴിഞ്ഞിരുന്നു. അതിനുശേഷം മറ്റ് ചുമതലകൾ വഹിച്ചിരുന്നു. ആ സ്ഥാനങ്ങളിൽ നിന്നെല്ലാം തന്നെ നീക്കം ചെയ്യുന്നൊരു സ്ഥിതിയാണ് ഉണ്ടായത്. പക്ഷേ പാർട്ടിയുടെ തന്നെ ഒരു കൺട്രോൾ കമ്മീഷൻ ഇക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുകയും അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കുറ്റക്കാരനല്ല എന്നതടക്കമുള്ള റിപ്പോർട്ട് നൽകുകയും ചെയ്തു. കുടുംബം പറയുന്നത് ഇതാണ്. പക്ഷെ അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തെ മറ്റ് ചുമതലകളിൽ നിന്ന്, ജില്ലാ ഭാരവാഹിത്വത്തിന് മറ്റ് ചുമതലകൾ ഉണ്ടായിരുന്നു, സംസ്ഥാന ഘടകവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചുമതലകളിൽ ഉണ്ടായിരുന്നു. ഇതിലേക്കൊന്നും തന്നെ അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരാനുള്ള ഒരു നടപടിയും ഈ ജില്ലാ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നില്ല. ഒപ്പം സംസ്ഥാന നേതാക്കൾ തന്നെ ചിലരെങ്കിലും അതിന് കൂട്ടുനിൽക്കുകയും ചെയ്തുവെന്നാണ് അവരുടെ ഒരു ആരോപണമായി പറയുന്നത്. ഈ ഒരു നടപടിയിൽ, ഈ പാർട്ടിയിലെ ഒരു വിഭാഗത്തിൻ്റെ ഒരു നടപടിയിൽ അദ്ദേഹം വളരെയധികം വേദനിച്ചിരുന്നു. അദ്ദേഹം രോഗാതുരനായി അവസാന നാളുകളിലും പലരോടും, കുടുംബാംഗങ്ങളോട് പ്രത്യേകിച്ചും പാർട്ടിയിൽ അദ്ദേഹത്തിനോടൊപ്പം നിന്നിരുന്ന പലരോടുമെല്ലാം തന്നെ തൻ്റെ ഈ വേദന അദ്ദേഹം പങ്കുവച്ചിരുന്നു എന്നാണ് പറയുന്നത്. അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കുടുംബം പറയുന്നത് അങ്ങനെ പാർട്ടിയിൽ നിന്ന് ഒരാദരവും അദ്ദേഹത്തിന് വേണ്ടതില്ല എന്ന് പറയുന്നു. ഇപ്പോൾ ജില്ലാ ഓഫീസ് എറണാകുളത്താണ് അദ്ദേഹം 2015 മുതൽ 22 വരെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളാണ്. പക്ഷേ ആ ഓഫീസിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊണ്ടുപോകേണ്ടതില്ല എന്ന് കുടുംബം പറഞ്ഞിരുന്നു. ഇപ്പോൾ എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിലായിരുന്ന മൃതദേഹം ഇപ്പോൾ പറവൂർ മുനിസിപ്പൽ ടൗൺ ഹാളിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. അവിടെ പൊതുദർശനമുണ്ട്. അവിടെയും പാർട്ടി ഓഫീസിൽ പൊതുദർശനം വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തെ ഈ പാർട്ടി പതാക പുതപ്പിക്കണമെങ്കിൽ അത് ജില്ലാ നേതാക്കളോ സംസ്ഥാന നേതാക്കളോ വേണ്ട, പകരം താലൂക്ക് തലത്തിലുള്ള അദ്ദേഹത്തെ അറിയാവുന്ന, പറവൂർ പ്രാദേശികമായിട്ട് അറിയാവുന്ന ആളുകൾ മതി, നേതാക്കൾ മാത്രം മതി എന്ന് അവർ പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുടുംബം ഒരു ശക്തമായ നിലപാട് അദ്ദേഹത്തിന് നേരിട്ട് അവഗണനയ്ക്കെതിരെ എടുത്തിരിക്കുന്നു എന്നതാണ്. നേരത്തെ സംസ്ഥാന നേതാവ് കെ ഇസ്മായിലിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. പി രാജുവിൻ്റെ സൽപ്പേരെ കളങ്കപ്പെടുത്താൻ ഒരു വിഭാഗം പേർ വളരെയധികം ശ്രമിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയായ ഒരു നടപടി ആയിരുന്നില്ല ഒരു കാലത്തും എന്നെല്ലാം തന്നെ അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ അദ്ദേഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച പലരും തന്നെ ഈ പാർട്ടിക്കകത്തുണ്ട്. പക്ഷേ അദ്ദേഹത്തെ അതിൽ നിന്ന് മാറ്റി നിർത്തി എന്ന് വിശ്വസിക്കുന്നവരാണ് കുറേയധികം പേരെങ്കിലും, പ്രത്യേകിച്ച് പറവൂർ പ്രദേശത്തെ പാർട്ടി പ്രവർത്തകരെങ്കിലും. അതുകൊണ്ട് തന്നെ കുടുംബത്തിൻ്റെ ഒരു പ്രതിഷേധത്തിനൊപ്പം തന്നെയാണ് അവർ നിലകൊള്ളുന്നത്. എന്തായാലും ഇന്ന് പൊതുദർശനം 12 മണി വരെ പറവൂർ മുനിസിപ്പൽ ടൗൺ ഹാളിലുണ്ട്. അതിനുശേഷമാണ് വീട്ടിലേക്ക് കൊണ്ടുപോവുകയും മറ്റ് ക്രമീകരണങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത്. എന്തായാലും ഈ പ്രതിഷേധം നിലനിൽക്കുന്നു എന്നത് തന്നെയാണ്. ശരി.